ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചൈറ്റ്സ് മൈ വേർഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് മോട്ടിവേഷനാണ്. ഇന്ന് ദേ ഈ ഒരു ബെഡ്റൂം ആട്ടോ ക്ലീൻ ചെയ്യുന്നത്. ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ നമുക്ക് വീട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ആക്കാം. ഓരോ ദിവസം നമ്മൾ ഓരോ പാർട്ടായിട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ അതൊരു വലിയ ഭാരം ആവത്തില്ല കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു ദിവസം ക്ലീൻ ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയൊരു ജോലിയാവുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് തുണിയൊക്കെ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കബോർഡിനകത്തോട്ടാക്കി. പിന്നെ അല്ലാതെയും കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുമൊക്കെ ഒന്ന് എടുത്ത് മാറ്റി. പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഈ ഒരു റൂമിൽ പണി നടക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ കുറച്ച് ഡസ്റ്റൊക്കെ അടിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ കർട്ടനൊക്കെ ഞാൻ ഓൾറെഡി കഴുകി മാറ്റിയിട്ടതാണ്. അപ്പോൾ ഇന്ന് കർട്ടനൊന്നും മാറ്റുന്നില്ല, അല്ലാതെയുള്ള ക്ലീനിങ് ആണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എന്താണെന്ന് കുറേ വേസ്റ്റ് ബിന്നും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്നെടുത്ത് മാറ്റി. പിന്നെ ഈ ജനലിൽ ഞങ്ങൾ ഇപ്പോൾ നല്ല കൊതുകിൻ്റെ ശല്യമുണ്ട്. അത് കാരണം ഞങ്ങളിപ്പോൾ ഇവിടെ നെറ്റ് ഇട്ടിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ജനലും ക്ലീൻ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതേ ബാത്റൂം ഈ ഒരു രീതിക്കാണ് കേട്ടോ. നമ്മുടെ ആ പാത്രപ്പൊക്കെ എടുത്ത് മാറ്റി. പിന്നെ ക്ലോസറ്റ് മാറ്റി. ക്ലോസറ്റിൻ്റെ ആ ഒരു സ്ഥാനമൊക്കെ മാറ്റി കേട്ടോ. ആദ്യം ഇരുന്ന് അതുപോലല്ല വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ തുണി വെക്കാനായിട്ടൊരു സ്ഥലം, ആ ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സ്റ്റൂൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. വാഷ് ചെയ്യാനുള്ളതൊക്കെ തറയിൽ വെച്ചാൽ നനഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ പൈപ്പ് മാറ്റി. എല്ലാ പൈപ്പും മാറ്റിയിട്ടില്ല. ആ ഒരു പൈപ്പ് വെള്ളം വരുന്ന ആ ഒരു പൈപ്പാണ് മാറ്റിയത്. കിണറ്റ് വെള്ളം വരുന്ന ആ പൈപ്പ് മാറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു വാഷ് ബേസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടോ. ഒരു ബാത്ത് ടബ് ഉണ്ടായിരുന്നപ്പോൾ വലിയ സ്പേസ് ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ആയി. അപ്പോൾ അതേ നമുക്കിനി വീണ്ടും വീഡിയോയിലേക്ക് വരാം. ബാത്റൂമൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ. പിന്നെ ഞാൻ ആദ്യം തന്നെ മുകളിലുള്ള മാറാലയായിട്ടില്ല, എന്താണ് പൊടിയുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു പൊടി ഉണ്ടല്ലോ. അപ്പോൾ അത് മുകളിൽ നിന്നേ തട്ടി വരുവാണ്. നമ്മളെപ്പോഴും ക്ലീനിങ്ങിന് നിൽക്കുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് തട്ടുന്നതായിരിക്കും കേട്ടോ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ താഴ്ന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ താഴെ ക്ലീൻ ചെയ്തിടാൻ വീണ്ടും മുകളിൽ നിന്ന് പൊടിയൊക്കെ താഴെ വീഴുമല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ജനലിൻ്റെ അവിടെ സൈഡും പിന്നെ മുകളിൽ ആ ചുവരിലുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പൊടിയടിച്ച് കൊടുക്കുവാണ്. ഞാൻ ബെഡ്ഷീറ്റ് മാറ്റിയിട്ടില്ല കേട്ടോ. ഈ ബെഡ്ഷീറ്റ് മാറ്റിയാൽ ആ പൊടിയൊക്കെ വീണ്ടും ബെഡിലോട്ടാവത്തില്ല. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ബെഡ്ഷീറ്റ് അങ്ങ് ചേഞ്ച് ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ എപ്പോഴും ബെഡ്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇത് മാറ്റാറില്ല കേട്ടോ. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ തൂത്ത് വരുന്ന ആ ഒരു സമയത്തേ ഞാൻ മാറ്റാറുള്ളൂ. അപ്പോൾ ഈ ലൈറ്റിൻ്റെ ആ ഒരു സൈഡിൽ കുറച്ച് വല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ നമ്മുടെ ഈ ഒരു മോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല സൗകര്യമാണ്. സാധാരണ ജനലിലെ പൊടിയടിക്കാനായാലും അല്ലെങ്കിൽ ഇതുപോലെ അടിക്കാനും ഒക്കെ ഈ ഒരെണ്ണം തന്നെ മതി. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വലുതൊക്കെ എടുക്കുന്ന അതൊക്കെ വേണ്ടേ. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് വലുതാക്കുകയും ചെറുതാക്കുകയും ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇത് ഭയങ്കര സൗകര്യമാണ് കേട്ടോ. ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഫാനിൽ ഡസ്റ്റ് ചെയ്യുന്നതും. അല്ലാതെ നമ്മുടെ കബോർഡിലല്ലോ സൺഷെയ്ഡിൻ്റെ സൈഡിൽ എന്താ പറയുന്നത്, നമ്മൾ റൂമിൻ്റെ സൈഡിലൊക്കെ കാണത്തില്ലേ സാധനങ്ങളൊക്കെ നമ്മൾ വെക്കുന്ന ആ ഒരു സൈഡ് ഒക്കെ ഇത് വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ പേരറിയില്ല കേട്ടോ. പാരപ്പറ്റോ അങ്ങനെ എന്തോ അല്ലേ പറയുന്നത്. അപ്പോൾ ആ സാധനമൊക്കെ ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. പണ്ട് ഞാനിവിടെ ക്ലീൻ ചെയ്യുന്നത് എൻ്റെ പഴയ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. നല്ല പണിപ്പെട്ട് സ്റ്റൂളൊക്കെ ഇട്ട് അതിൻ്റെ മണ്ടേ കയറി നിന്നിട്ടൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കമൻറ്റും വന്നിട്ടുണ്ട്, ഇങ്ങനെ സർക്കസ് കാണിക്കുന്ന പോലെ ഒന്ന് കാണിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല പാടുണ്ട്. പക്ഷേ ഇത് വന്നതിന് ശേഷം നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്കിത് വളച്ചും ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് വളച്ചിട്ടൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഫാൻ ക്ലീനിങ്ങും ഇങ്ങനെയുള്ള ബാക്കി എല്ലാ ഡസ്റ്റിങ്ങും ഇത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എൻ്റെ പൊടി ഫുള്ളായിട്ടും തറയിൽ വീഴും കേട്ടോ. നമ്മളല്ലാതെ ഫാനൊക്കെ ക്ലീൻ ചെയ്യുന്നിട്ട് പില്ലോ കവറൊക്കെ വെച്ചിട്ടാകുമ്പോഴത്തേക്കും ഒരു തുള്ളി പൊടി പോലും നമ്മുടെ ദേഹത്തോ തറയിലോ ഒന്നും വീഴത്തില്ലല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല. പൊടി ഫുള്ളായിട്ട് നമ്മുടെ ബെഡിലോ അവിടെ താഴെ എന്താണ് ഒട്ടിക്കുന്നത് അതിൻ്റെ മുകളിൽ വീഴും. പിന്നെ അത് കുഴപ്പമില്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അതല്ല ചിലർക്ക് ഡസ്റ്റ് അലർജിയൊക്കെ നല്ല രീതിയിൽ കാണുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പക്ഷേ ക്ലീനിങ്ങിൽ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ എനിക്കിത് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഞാൻ ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിയാണ്. എനിക്ക് അവിടെ നിന്ന് വാങ്ങിയാൽ ഏറ്റവും കൂടുതലും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഇത് തന്നെയാണ്. ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുവാണ്. വേറെ എടുത്ത് ഇപ്പോൾ ഇടത്തില്ല കേട്ടോ. അത് ഞാൻ ഇവിടെയൊക്കെ അടിച്ച് വാരി കഴിഞ്ഞ് ലാസ്റ്റേ ഇടത്തുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഈ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ കഴുകാനായിട്ട് കൊണ്ടിടും. ആ പൊടി ഫുള്ളും ഇവിടെ കട്ടി കളഞ്ഞിട്ടേ കൊണ്ടിടത്തുള്ളൂ കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഓർമ്മിക്കാതെ തന്നെ വാഷിംഗ് മെഷീനിൻ്റെ അടുത്ത് ഇട്ട് കളയും. പിന്നെ ഈ ഒരു അഴുക്കും കൂടെ ഇരുന്നിട്ട് ബാക്കി തുണികളിലും കൂടെ ആവത്തില്ല. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അതിൻ്റെ ആ ഒരു കുടഞ്ഞ് കളഞ്ഞിട്ട് ഞാൻ കഴുകാനായിട്ട് കൊണ്ടിടത്തുള്ളൂ. മിററും ഞാൻ ജസ്റ്റ് ഒരു ക്ലീൻ സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുവാണ്. ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. ടിഷ്യൂ പേപ്പർ കഴിഞ്ഞു. അത് അടിപൊളിയായിട്ട് ക്ലീൻ ആവും കേട്ടോ. നല്ല ഷൈനിങ് ആയിരിക്കും നമ്മളെ മിറർ. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഫേസ് കാണാൻ പറ്റും. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും കേട്ടോ. കാരണം പിള്ളേരൊക്കെ എപ്പോഴും പോകുന്നതുകൊണ്ടായിരിക്കാം മോള് വലിയ ലിപ്സ്റ്റിക്കും ഐ ഷാഡോയൊക്കെ വെച്ച് തേച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു മിറർ നല്ല രീതിയിലൊന്ന് തുടച്ചെടുക്കും.
മോൻ്റെ ബുക്സൊക്കെ വെച്ചിരിക്കുന്ന സ്റ്റഡി ടേബിളും ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തു. അവിടെ അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു കുഞ്ഞ് വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിറഞ്ഞു. അപ്പോൾ അത് ഒന്നെടുത്ത് മാറ്റുവാണ്. ഇതുപോലെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്തൊക്കെ ഒരു കുഞ്ഞ് വേസ്റ്റ് ബിൻ വെക്കാൻ നല്ലതായിരിക്കും കേട്ടോ. അവരെല്ലാമൊന്നും അങ്ങനെ കറക്റ്റ് അതിലൊന്നും എറിയാറില്ല. അപ്പോൾ ഇതുപോലെ കുഞ്ഞ് വേസ്റ്റ് ബിൻ വയ്ക്കുവാണെങ്കിൽ അവർ അത്യാവശ്യമില്ലാത്ത പേപ്പറും അല്ലാതെ വേസ്റ്റ് സാധനങ്ങളും ഒക്കെ ഇതിനകത്തിടും. അപ്പം നമുക്കെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ കൊണ്ട് കളയാമല്ലോ. ഇല്ലെങ്കിൽ അവർ തറയിൽ കുന്നുകൂട്ടിയിടും കേട്ടോ. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കട്ടിൻ്റെ അടിയിലായിട്ടാണ് മോൾ ടോയ്സൊക്കെ ഒരു ബോക്സിനകത്താക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും പിന്നെ ഇപ്പം മോന് കുറച്ച് നാളായിട്ട് കുറച്ച് മസിൽ വരണം എന്നൊക്കെ കരുതി അവൻ ഈ ഡമ്പലൊക്കെ വെച്ചിട്ട് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കട്ടിൻ്റെ അടിഭാഗത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കി അവിടെയും നന്നായിട്ടൊന്ന് അടിച്ച് വാരി. എപ്പോഴും കട്ടിൻ്റെ അടിഭാഗത്തൊക്കെ അടിച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇന്നിപ്പോൾ ഇല്ല കേട്ടോ. അത് നമ്മൾ നേരത്തെ ആ ഒരു ബാത്റൂമിൻ്റെ പണി നടന്നില്ലേ, ആ ഒരു സമയത്ത് പിന്നെ ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗമൊക്കെ അടിച്ച് വരുന്ന സമയത്ത് നല്ല രീതിയിൽ കുറച്ച് പേപ്പറും പൊടിയൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ കാണാതെ പോയ പല കാര്യങ്ങളും ഇതിൻ്റെ അടിഭാഗത്തു നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് അതൊന്നും ഇല്ലാത്തതിൻ്റെ കാരണം അതാണ്. പിന്നെ ഈ മെഷീനൊക്കെ മാറ്റി അത് ഇരുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും കൊണ്ട് വെച്ചു കേട്ടോ. അതെനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊന്നും പറ്റത്തില്ല. ആ ഒരു സൈഡിലാണ് എപ്പോഴും വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ വെച്ചു. പിന്നെ ഈ ഒരു കുഞ്ഞ് സ്റ്റഡി ടേബിൾ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മൾ മക്കൾക്കൊക്കെ എപ്പോഴും അവർക്ക് സ്റ്റഡി ടേബിളിൽ ഇരുന്ന് എഴുതാനൊന്നും എപ്പോഴും ഇഷ്ടം ഉണ്ടാകത്തില്ല. അവർ കട്ടിലിരുന്ന് പഠിക്കാനല്ലേ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ കട്ടിലൊക്കെ ഇരുന്ന് എഴുതുന്ന സമയത്ത് ഈ ഒരു കുഞ്ഞ് സ്റ്റഡി ടേബിൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് അതിലിരുന്ന് തന്നെ എഴുതാൻ പറ്റും കേട്ടോ. ഇവിടെ മോള് കൂടുതലും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വെച്ചിങ്ങനെ എഴുതുമ്പോൾ ഒരു ഹാൻഡ് റൈറ്റിങ് മോശമാവത്തില്ലല്ലോ. അതുകൊണ്ട് അവൾ കൂടുതലും ഇത് തന്നെ. അവൾ അങ്ങനെ സ്റ്റഡി ടേബിൾ യൂസ് ചെയ്യുന്ന ആളല്ല. ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കട്ടിലിരുന്ന് എഴുതാനാണ്. മോൻ വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ. മോള് കൂടുതലും ഇതിൽ തന്നെയാണ് കേട്ടോ എഴുതുകയൊക്കെ ചെയ്യുന്നത്. ഒരുപാട് ചവറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ കാണുന്ന ഈ പൊടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കുഞ്ഞ് ഡസ്റ്റും അതൊക്കെ ഫാനിൽ നിന്നാണ് കൂടുതലും കിട്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ള കുറച്ച് ഡസ്റ്റുകൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെന്താണ്, പിന്നെ ഞാൻ ഇവിടെ ഫുള്ളായിട്ട് നന്നായിട്ട് അടിച്ച് വാരി കേട്ടോ. നല്ല രീതിയിൽ അടിച്ച് വാരി പിന്നെ അടിച്ച് വാരി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് തുടച്ചിട്ടും ഉണ്ടായിരുന്നു. നമ്മൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും നല്ലൊരു സൊല്യൂഷൻ വെച്ചിട്ട് തുടയ്ക്കണം കേട്ടോ. നല്ല സ്മെല്ലാണ് നമുക്ക് ആ ഒരു റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ആയാലും നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. നമ്മുടെ ഞാൻ കൂടുതലും ഡെറ്റോളോ കംഫർട്ടോ ഇട്ടായിരിക്കും തുടയ്ക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട് ഫുള്ളായിട്ട് ആ ഒരു സ്മെല്ല് നിൽക്കുന്നത്. തറയൊക്കെ തുടച്ച് കഴിഞ്ഞ് ഞാൻ ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ആക്കി കേട്ടോ. ഇത് പുതിയ ബെഡ്ഷീറ്റാണ് വിരിക്കുന്നത്. നല്ല ലാഭമായിട്ട് തോന്നി കേട്ടോ. ഞാനിപ്പോൾ പുതിയ 2 ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. 250 രൂപയ്ക്ക് ഡബിൾ ബെഡ്ഷീറ്റ്. പില്ലോ കവറൊന്നും ഇല്ല കേട്ടോ. അതായത് ബെഡ്ഷീറ്റ് മാത്രമായിട്ട്. പക്ഷെ നല്ല രസമുണ്ട്. നല്ല തുണിയുമാണ്, നല്ല കോട്ടനുമാണ്. കിടക്കാനൊക്കെ നല്ല സുഖമുണ്ട്. ഞാൻ ഓൾറെഡി ഒരെണ്ണം വാങ്ങിയത് കൊള്ളാവുമെന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ബെഡ്ഷീറ്റ് വാങ്ങിയത്. ഞാൻ ഓൺലൈനിൽ ബെഡ്ഷീറ്റ് വാങ്ങലൊക്കെ നിർത്തി. അത്ര വലിയ ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റൊന്നും ഓൺലൈനിൽ കിട്ടുന്നില്ല. ഞാൻ വാങ്ങിയത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എല്ലാം പോയി കേട്ടോ. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ കുറച്ച് നല്ല ബെഡ്ഷീറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് ഞങ്ങളുടെ ഇവിടെ ഓണറിൻ്റെ റിലേറ്റീവിൻ്റെ കടയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അവർ നമുക്ക് നല്ല റീസണബിൾ റേറ്റിന് തരും. അപ്പോൾ എനിക്ക് കൊള്ളാമെന്ന് തോന്നി. അവർ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരെണ്ണം വാങ്ങി യൂസ് ചെയ്ത് നോക്കിയപ്പോൾ കൊള്ളാമെന്ന് തോന്നി കേട്ടോ. അങ്ങനെയാണ് വീണ്ടും 2 എണ്ണം കൂടി വാങ്ങിയത്. ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ ഈ കുട്ടികളൊക്കെ ഉള്ളപ്പോഴത്തേക്കും വലിയൊരു ചലഞ്ചാണ് അത് നല്ല രീതിയിൽ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫിറ്റഡ് ബെഡ്ഷീറ്റൊന്നും എപ്പോഴും വാങ്ങിക്കാൻ പറ്റില്ല. ഞാൻ പണ്ടൊക്കെ തച്ച് വെക്കാം കേട്ടോ. കുഞ്ഞായിരുന്നപ്പോൾ ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആക്കിയൊക്കെ വെക്കുമായിരുന്നു. ഇപ്പോൾ അവർ അത്രയും അങ്ങ് ചെറുതല്ലല്ലോ. അപ്പോൾ നമുക്കത് ഇങ്ങനെ തന്നെ വെക്കാനായിട്ട് ഞാനിതുപോലെ 4 സൈഡിലും ഓരോ കെട്ടിട്ട് കൊടുക്കും കേട്ടോ. കെട്ടിട്ട് കൊടുത്തിട്ടാണ് നല്ല രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ കിടക്കും കേട്ടോ. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോകത്തില്ല. എത്ര ഇതായാലും ഇതുപോലെ തന്നെ കിടക്കും. ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള അമ്മമാർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അവർ പെട്ടെന്ന് ഇങ്ങനെ വലിച്ച് നമുക്ക് നല്ല ഇതായിട്ട് നീറ്റായിട്ട് കിടക്കത്തില്ലല്ലോ. റൂമിൽ നമ്മൾ ബെഡ്ഷീറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചേഞ്ച് ആക്കിയാൽ തന്നെ നമ്മുടെ റൂമിനൊരു പോസിറ്റീവ് വൈബ് കിട്ടും കേട്ടോ. നമ്മുടെ റൂം എന്തോ അറേഞ്ച്ഡ് ആയിട്ട് കിടക്കുന്നത് പോലെ തോന്നും ബെഡ്ഷീറ്റ് നല്ലതുപോലെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ. നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിൽ നമ്മളെ റൂം കാണാനും നല്ല രസമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള നല്ല കാർട്ടൂൺ പ്രിൻറ്റും പൂവിൻ്റെ പ്രിൻ്റൊക്കെ ഉള്ള ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ വിരിച്ച് നല്ല രീതിയിൽ വിരിച്ച് ഇങ്ങനെ കുറച്ച് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഞാൻ തന്നെ ഒരു കണ്ടൊന്ന് ആസ്വദിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച്. പിന്നെ നമ്മൾ ഈ ബെഡ്ഷീറ്റ് വിരിച്ച് അന്ന് തന്നെ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു വൈബാണല്ലോ. ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട്. കിടന്നുറങ്ങാൻ നല്ലൊരു സുഖമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഞാനെപ്പോഴും വീക്കിലിയാണ് കേട്ടോ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്നത്. ബെഡ്ഷീറ്റ് നമ്മൾ വീക്കിലിയൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്തൊക്കെ ഇട്ടാൽ കുറേ നാളത് ഈട് നിൽക്കുകയും ചെയ്യും. ആ ഒരു കളറും മങ്ങത്തില്ല കേട്ടോ. നമ്മൾ ഈ കുറേ നാൾ ഇട്ടിരിക്കുമ്പോഴാണ് അതിൽ അഴുക്കൊക്കെ ആയിട്ട് പിന്നെ പെട്ടെന്ന് ആ ബെഡ്ഷീറ്റ് ചീത്തയായി പോകുന്നത്. അപ്പോൾ അതേ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്തെടുത്തതിന് തിരിച്ച് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കുറച്ചേർക്കെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ വീടൊന്നും ക്ലീൻ ചെയ്യാതെ തുടങ്ങിയിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓരോ ഭാഗമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് വരുവാണെങ്കിൽ ഓണത്തിന് മുന്നേ ആയിട്ട് വീട് ഫുള്ളായിട്ട് നമുക്ക് അടിപൊളിയാക്കി ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സേഫ് ആയിട്ടിരിക്കുക. അടുത്ത വീട്ട് മുകളിൽ എന്നെ കാണാതിരിക്കും. ബൈ.